നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. ഏതാണ്ട് 4 വർഷം മുമ്പ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു ഈരടികളാണ് ഇവ. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ നടത്തിയ മെഗാ തിരുവാതിരയിലാണ് ഈ കാരണഭൂതപ്പാട്ട് കേരളമെങ്ങും കേട്ടത്. പൂവരണി നമ്പൂതിരി എന്നൊരു മഹാകവിയാണത്രേ ഈ കാരണഭൂതപ്പാട്ട് എഴുതിയത്. എന്നാൽ ഈ ഭൂതപ്പാട്ടിനെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ ഒരു സംഗീത ശില്പം ആവിഷ്കരിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ 100 സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥകൾ അണിനിരന്നുകൊണ്ടാണ് ഈ സംഗീത ശില്പം ആവിഷ്കരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പാട്ട് പാടുന്നത്. അതിൻ്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: ചെമ്പടയ്ക്കു കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാൽ. കാരണഭൂതപ്പാട്ടിനെയും കവച്ചു വയ്ക്കുന്ന ഈരടികളാണ് ഇവയെന്ന കാര്യത്തിൽ സംശയമില്ല. സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായ ചിത്രസേനാണ് ഇത്രേ ഈ വരികളുടെ കർത്താവ്. അദ്ദേഹത്തിനും അടുത്ത തവണ മഹാകവി പട്ടത്തിന് അർഹതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ സംഗീത സംവിധായകനും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാണ്. ഇത് പാടുന്ന 100 സ്ത്രീകൾ, 100 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇത് പാടുന്നത്. അവരും സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. ഇവരെല്ലാവരും ഏതാണ്ട് സെക്ഷൻ ഓഫീസർ മുതൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ വരെയുള്ള ഉദ്യോഗസ്ഥകളാണ്. ഇവരുടെ മിനിമം ശമ്പളം ഏതാണ്ട് 80,000-നും 1,00,000-നും ഇടയ്ക്കാണ്. നമ്മൾ സാധാരണക്കാരുടെ ടാക്സിൽ നിന്ന്, നികുതി പണത്തിൽ നിന്ന് എടുക്കുന്ന തുകയാണല്ലോ ഇവർക്കെല്ലാം ലക്ഷങ്ങളായി ശമ്പളമായി നൽകുന്നത്. എന്നാൽ അതിൻ്റെ അഹങ്കാരമൊന്നും ഇവർക്കില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഉള്ള അവതരണ ഗാനം കാരണഭൂതപ്പാട്ടിനെ കവച്ചു വെക്കണമെന്നുള്ള നിർബന്ധമൊക്കെ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലെ പാവം ഉദ്യോഗസ്ഥർക്കുണ്ടാകാം. ഏതായാലും കാരണഭൂതപ്പാട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാക്കിയ ചീത്തപ്പേര് ചില്ലറയല്ല. കേരളം മുഴുവൻ CPM-നെ ആക്രമിക്കുന്നവർ, CPM-നെ വിമർശിക്കുന്നവർ TV ചാനൽ ചർച്ചകളിലെല്ലാം ഈ കാരണഭൂതപ്പാട്ട് പാടി പിണറായിയെ ആക്രമിക്കുകയായിരുന്നു, വിമർശിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് മറുപടി പറയാൻ പോലും പാർട്ടി നേതൃത്വം ബുദ്ധിമുട്ടിയിരുന്നു. പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല എന്നാണ് CPM പറയുന്നത്. CPM പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു വ്യക്തിപൂജ അനുവദിക്കില്ല. വ്യക്തിപൂജ കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞാണ് P. ജയരാജനെ, കണ്ണൂരിലെ സിംഹമായിരുന്ന, ചെന്താരകമായിരുന്ന P. ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. ജയരാജൻ്റെ വ്യക്തിപൂജ അതോടുകൂടി അവസാനിച്ചു. പാവത്തെ ഖാദി ബോർഡ് ചെയർമാനാക്കി. എന്നാൽ ജയരാജനുള്ള വ്യക്തിപൂജ പാടില്ല, പക്ഷെ പിണറായി വിജയന് വ്യക്തിപൂജയാകാം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നുള്ള വിമർശനമൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം P. ജയരാജനല്ലോ പിണറായി വിജയൻ. പിണറായി വിജയന് അല്പം വ്യക്തിപൂജയൊക്കെ ആകാമെന്നാണ് ഇപ്പോൾ CPM-ൻ്റെ തീരുമാനം. ഏതായാലും അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും ഈ ആരാധകരെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും നമുക്ക് ശത്രുക്കളായി തീരുന്നത് ഈ ആരാധകരാണ്. ആരാധകരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ ദോഷം ചെയ്യും. അവസാനം ഇപ്പോൾ നമ്മുടെ ഈ ബോച്ചയുടെ ആരാധകരെ കൊണ്ട് പോലീസും ജയിലധികൃതരും കോടതിയും വരെ ബുദ്ധിമുട്ടിയത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത്തരം ആരാധകരെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കാം. അല്ലെങ്കിൽ അവർ PV അൻവറിനേക്കാൾ അപകടം ചെയ്യും. വ്യക്തിപൂജയുടെ കാര്യമൊക്കെ ഏതായാലും പാർട്ടി നോക്കിക്കൊള്ളും. കാരണം അതിന് CPM-ന് അതിൻ്റെതായ രീതികളുണ്ട്. കാരണം പിണറായി വിജയനാണ് ഇന്ന് CPM-ൻ്റെയും സർക്കാരിൻ്റെയും അനിഷേധ്യനായ നേതാവ്. അപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി വിശേഷിപ്പിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും പാട്ടുകളിൽ ഒന്നിൽ തെറ്റൊന്നുമില്ല. പണ്ട് ലെനിനെക്കുറിച്ചും സ്റ്റാലിനെക്കുറിച്ചും മാവയെക്കുറിച്ചും അങ്ങനെ ധാരാളം കവിതകൾ ലോകത്തെങ്ങും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ പോലും ലെനിനെക്കുറിച്ചും സ്റ്റാലിനെക്കുറിച്ചും ഒക്കെ കവിതകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഗ്രേഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ തലത്തിൽ നിൽക്കുന്ന ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് ഒരു കവിത എഴുതുന്നതോ ഒരു പാട്ട് എഴുതുന്നതോ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ആരാധകരെ എന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ആരാധകർ വളരെ അപകടകാരികളാണ്. മുഖ്യമന്ത്രിക്ക് ഏതായാലും ഇത്തരം ആരാധകരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ കരുത്തനായ നേതാവാണ്, കേരളത്തെ നയിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് ഇത്തരം ആരാധകരുടെ ഈരടികളൊന്നും അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇവരെ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പാർട്ടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാകാൻ പോകുന്നത്.